ഹലോ സ്റ്റുഡൻസ്, നീറ്റ് പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ കറക്റ്റായിട്ട് വിട്ട് കളയരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കറക്റ്റ് ആണോ എന്നുള്ളതും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് വരുത്തണോ എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു ക്രൂഷ്യൽ മൊമെൻ്റ് ആണ്. നിങ്ങൾ വെറുതെ ചെറിയൊരു കാര്യമായിട്ട് എടുത്ത് കളയരുത്. അതുകൊണ്ട് ഓവർ കോൺഫിഡൻസോടുകൂടെ ചെന്നിട്ട് ഓക്കെ ഇതെല്ലാം കറക്റ്റാണ്, ഇതുകൊണ്ടെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ ഫൈനൽ സബ്മിഷൻ കൊടുത്ത് കളയരുത്. ജസ്റ്റ് നിങ്ങളുടെ ഒരു 4-5 മിനിറ്റ് നിങ്ങളൊന്ന് സ്പെയർ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങൾ ചെക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞാലും മതി. അപ്പോൾ അവർ മാക്സിമം ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തോളും. സോ അതിനെ പറ്റിയിട്ടൊരു കാര്യം പറയാനാണ് വന്നേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് പോവുക, NEET.NIC.in പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് കൊടുത്തൊന്ന് ഓപ്പൺ ചെയ്യുക, ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ സെക്യൂരിറ്റി പിന്നു കൂടെ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊന്നും എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ മറന്നു പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾ അതിലൊരു ബേസിക് ഡീറ്റെയിൽസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റും. സോ അതിനെപ്പറ്റി നിങ്ങൾ വറി ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് പാരൻസിൻ്റെ നെയിം നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും, ചിലപ്പോൾ 2 പേരുകളൊക്കെ എന്ന് വെച്ചാൽ 2 ഇപ്പം ലാസ്റ്റ് എൻഡ് ചെയ്യുന്നവരുടെ ചില പാരൻസിൻ്റെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ സോ പാരൻസിൻ്റെ നെയിം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളൊരു സിംഗിൾ ചൈൽഡാണ്, ഇപ്പോൾ സിംഗിൾ ഗേൾ ചൈൽഡ്, ഇപ്പോൾ നിങ്ങൾക്ക് അത് പല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ പറയുന്നല്ലോ, അങ്ങനെ എല്ലാവരും ചിന്തിക്കുമെന്നല്ല, പക്ഷേ അങ്ങനെ ഉള്ളവരുണ്ടാകാം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പോൾ സിംഗിൾ ഗേൾ എന്ന് പറയുമ്പോഴത്തേനും ചിലപ്പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവർ NTA ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് സിംഗിൾ ഗേൾ ചൈൽഡ്, ഒരു പെൺകുട്ടി എന്നുള്ളവരാണെന്നുള്ള ബേസിസിലാണ് ആ മീൻ ചെയ്യുന്നത്. പക്ഷേ ചിലവർ ഞങ്ങൾ 2 കുട്ടികളാണ്, എനിക്ക് ഒരു ഗേളും ഒരു ബോയും എന്ന് പറയുമ്പോൾ ആ ഫാമിലി ഒരു സിംഗിൾ ഗേൾ ചൈൽഡ് അല്ലേ, പകരം മറ്റത് ബോയ് അല്ലേ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. അതല്ല ഉദ്ദേശിക്കുന്നത്, ഒരു കുട്ടി. സോ അങ്ങനത്തെ രീതിയിൽ മിസ്റ്റേക്ക് ചെയ്തവർ ഒരുപാട് പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. സോ അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ഗേൾ ചൈൽഡ് എന്നല്ലെങ്കിൽ സിംഗിൾ ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടിയേ ഉള്ളൂ, ആണും പെണ്ണും ആരൊക്കെ നോക്കിയാലും ഒരു കുട്ടിയേ ഉള്ളൂ. സോ അതാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ കാറ്റഗറി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ തെറ്റിയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ കാറ്റഗറി അല്ല വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് പുതിയത് അപ്ലോഡ് ചെയ്യാനോ അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനോ, റെൻ്റൽ സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഡോക്യുമെൻറ്റ്സ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്താണോ കൊടുത്തത് അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരും, അയ്യോ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തിട്ടില്ല, പകരം നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ ഫോം മോസ്റ്റ്ലി നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കൊടുത്ത കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണെങ്കിൽ വേണ്ട. എന്തിനാണ് ഈ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് റിസർവേഷൻ ബേസിസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ അവിടെ കൊണ്ടുപോയി കാണിക്കണം. അത് എപ്പോഴാണ് കാണിക്കേണ്ടത്? കൗൺസിലിങ്ങിനാണ് കാണിക്കേണ്ടത്. സോ ഇതിൻ്റെ നിങ്ങൾക്ക് മെയിനായിട്ട് ഓക്കെ ഞാൻ ഈ കാറ്റഗറി പെടുന്ന ആളാണ്, എനിക്ക് ഇത്ര റിസർവേഷൻ ഉള്ളതാണെന്ന് കാണിക്കേണ്ട ഒരു പേപ്പർ നിങ്ങൾക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൗൺസിലിംഗ് ടൈമിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി. അവർക്കാണ് മനസ്സിലാകേണ്ടത്. സോ ഇപ്പം നിങ്ങൾക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് വെറി ചെയ്യേണ്ട, അതങ്ങനെ പോട്ടെ, നമുക്ക് കൗൺസിലിംഗ് പ്രോസസ്സിൽ നമ്മൾ കാണിക്കുക. നെക്സ്റ്റ് വരുന്നത് എക്സാമിനേഷൻ സെൻറ്റർ. എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാവുന്നതാണ്. പിന്നെ നമ്മുടെ എത്ര ടൈംസ് നമ്മൾ ഓൾറെഡി നീറ്റ് എഴുതിയിട്ടുണ്ട് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. സോ ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ ഇപ്പോൾ പറ്റുന്നത്. പുതിയ ഡോക്യുമെൻറ്റ്സ് ഒന്നും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. സോ ഇത് നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ അതിൽ നിങ്ങളുടെ നമ്പേഴ്സും അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ നോക്കുക, ആധാർ ഡീറ്റെയിൽസുകൾ നോക്കുക. ഇതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ണോടിച്ച് പോവുക. കാരണം ഇത് മാക്സിമം എന്താ പറയുക 5 മിനിറ്റല്ലേ എടുക്കത്തുള്ളൂ. അത് നിങ്ങൾ തിരക്കാണെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞാലും അവരാണെങ്കിലും ചെയ്തോളും. പിന്നെ ഇത് ഇപ്പം എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ വരുത്തി കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സബ്മിഷൻ അത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഇല്ലെങ്കിൽ ഈ കൊടുത്തതൊന്നും അതിനകത്ത് ആകത്തില്ല. സോ അതുകൂടെ ഒന്ന് കൊടുക്കാൻ മറക്കരുത്. ലാസ്റ്റ് ഫിനിഷ് കൊടുത്ത് എന്താ പറയുക ലോഗ് ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തതൊക്കെ മറന്നു പോകും, കമ്പ്യൂട്ടറിൽ സേവ് ആവത്തില്ല, അവരുടെ വെബ്സൈറ്റിൽ സേവ് ആവത്തില്ല. സോ അതുകൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ തന്നെ വേഗം വിട്ടോളൂ, അത് പഠിച്ചോളൂ. Thank you so much.